എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മണ്ഡലകാലത്തിൻ്റെ 8ാം ദിവസമാണ്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്ന് 1201 ആണ്ട്, വൃശ്ചിക മാസം 8-ാം തീയതി, 24/11/2025 തിങ്കളാഴ്ച. ഇന്ന് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായി തീരട്ടെ. എല്ലാവർക്കും മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഇന്ന് വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ഇന്ന് ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കാനായി ഉത്തരവാദിത്വം വരുന്ന ദിവസമാണ്. അഡീഷണലായിട്ട് ഒരുപാട് ജോലികളൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതേപോലെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പുതിയ നിർമ്മാണ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ശാന്തത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചില പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. ആത്മധൈര്യം വിടാതെ മുൻപോട്ട് പോവുക. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന വിധം ചില കാര്യങ്ങൾ ഉരുത്തിരിയുവാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണെങ്കിലും ചില തടസ്സങ്ങൾ, സമയക്കുറവ്, ഇതൊക്കെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടാം. എങ്കിലും വൈകുന്നേരത്തോടുകൂടി സമയം വളരെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്കുമൊക്കെ ഇന്ന് അത്ര തന്നെ സുഖകരമായിരിക്കില്ല. ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്ന് പല കാര്യങ്ങളിലും നല്ല തീരുമാനമെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങളുണ്ടാകുമെങ്കിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. വിദേശ പഠനത്തിനോ വിദേശ ജോലിക്കോ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വളരെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന കടങ്ങളൊക്കെ വീടാനൊക്കെ ഉള്ള വഴി തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. വസ്തു വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്താനങ്ങൾക്കും നല്ല അഭിവൃദ്ധിയുള്ള ഒരു ദിവസമായി കാണുന്നു. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. മിഥുനക്കൂറുകാർക്ക് താരതമ്യേന നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. തിരക്കേറിയ ഒരു ദിവസമാണ്. ജോലിഭാരം കൂടിയ ഒരു ദിവസമാണെങ്കിൽ പോലും ജോലി എല്ലാം വളരെ കൃത്യമായി ചെയ്ത് തീർക്കാൻ പറ്റുന്നതിലുള്ള സംതൃപ്തി ഉണ്ടാവുകയും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായ അഭിനന്ദനങ്ങൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്രീതികരമായ ചില സംഭവങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ സഹകരണം കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം കാര്യങ്ങൾ അനുകൂലമായി വരുന്നതായിട്ട് കാണാം. പല സഹായഹസ്തങ്ങളും നീണ്ടു വരുന്നതായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കരുതലോടുകൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനവും 7 പ്രദക്ഷിണവും വളരെ അനുകൂലമായ റിസൾട്ട് തരുന്നതാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം മുടക്കാതെ ഇരിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശക്തിയാൽ പരം വഴിപാടുകൾ നേടുക. ഇത് നടത്തുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിഹാരം. എന്നാൽ പ്രതീക്ഷിച്ചിരിക്കാത്ത ചില അനുകൂലമായ സംഭവങ്ങളും ചില ജോലി വാഗ്ദാനങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കേറിയതാണെങ്കിലും വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കില്ല. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക്
കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം ലാഭകരമായ ഒരു ദിവസമായിരിക്കില്ല, വളരെ തിരക്കേറിയ ദിവസമായിരിക്കും. ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ വൈകുന്നേരത്തോടുകൂടി ചില കേസുകളോ വഴക്കുകളോ ഒക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം കഠിനമായി തോന്നാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ചില അലോരസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ധാരാളം സുഹൃത്തുക്കളുള്ളവർക്ക് തെറ്റിദ്ധാരണകൾക്കും കലഹത്തിനും അപവാദങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം സമാധാനം കൈവരുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ ദോഷാധിക്യം കാണുന്നു. നടുവുവേദന ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വീഴ്ചയ്ക്കും ഒടുവിനും ചതവിനും ഒക്കെ സാധ്യതകളുണ്ട്, വളരെ ശ്രദ്ധിക്കുക. എന്നാൽ അപ്രതീക്ഷിതമായ ചില സഹായഹസ്തങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന ലോണുകളോ കടവായ്പകളോ ചിട്ടിയോ ഒക്കെ വീടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തികമായ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായി ബന്ധപ്പെട്ട് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. സാമ്പത്തിക മേഖലയ്ക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില അപ്രതീക്ഷിതമായ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ വഞ്ചിക്കുവാൻ അല്ലെങ്കിൽ ചതിക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ കളിപ്പ് പറ്റാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള ദിവസമായിരിക്കും. രഹസ്യാന്വേഷണ മേഖലയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ കൂടിയും ദോഷാധിക്യമാണ് കാണുന്നത്. ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില മുറിവ് ചതവുകളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ശാസ്താവിനെ പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ അദ്ദേഹം നിങ്ങളെ തുണയ്ക്കട്ടെ. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരികമായ അസ്വസ്ഥതകൾക്കൊക്കെ ഒരു ശാന്തത ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ മുറിവ്, ചതവ്, ഒടിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദന്ത ചികിത്സയ്ക്ക് സാധ്യത ഉണ്ട്. ദന്ത ചികിത്സ ഉള്ള വഴി ഒരുങ്ങി വരുന്നുണ്ട്. പല്ലിന് അസുഖങ്ങൾ, കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തീർക്കേണ്ടതാണ്. അതുകൂടാതെ അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ശാരീരികമായ ക്ലേശങ്ങളോ പുതിയ കുറച്ച് ഗൗരവമേറിയ അസുഖങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതറിഞ്ഞിട്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഒരുപാട് പ്രതീക്ഷകളുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല നല്ല കാര്യങ്ങളും നടക്കും എന്നുള്ള പ്രതീക്ഷ വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകുന്നതാണ്. വേഗത്തിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുചേരുന്നതാണ്. അതേപോലെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയും പങ്കാളിയുടെ സ്നേഹവുമൊക്കെ ലഭിക്കാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ കണ്ട് വളരെ ആനന്ദിക്കുവാനുള്ള ദിവസമാണ്. ബന്ധുജന സമാഗമത്തിനും ബന്ധുജനങ്ങളുമായി ആശയവിനിമയത്തിനുമൊക്കെ പറ്റിയൊരു ദിവസമായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് അനുകൂലമായ പല നീക്കങ്ങളും ഉണ്ടാകുന്ന ദിവസമായിരിക്കും. പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന ദിവസമാണ്. എന്നാൽ ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. ആഹാര രീതിയിലുള്ള ക്രമക്കേടുകൾ കൊണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ ധനച്ചെലവ്, ആശുപത്രി ചിലവുകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തനിക്കോ തൻ്റെ ബന്ധുക്കൾക്കോ അസുഖങ്ങൾ വരാനും അതിനുവേണ്ടി ഔഷധ ചികിത്സയ്ക്കുള്ള പണം ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് വരാനുമൊക്കെ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമാണ്. കണ്ടകശനിക്കാലമായതുകൊണ്ട് ശാസ്താവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം, പ്രദക്ഷിണമൊക്കെ അനുകൂലമായിരിക്കും. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂലമായിരിക്കും. സർവദേവ നമസ്കാരം, കേശവം പ്രതി ഗച്ഛതി.
ഏത് രീതിയിലുള്ള പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പാദത്തിൽ ചെന്ന് പതിക്കുന്നു. അതുകൊണ്ട് അവരവരുടെ ആചാരപ്രകാരം ഈശ്വരനെ പ്രാർത്ഥിക്കുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പ്രതീക്ഷിച്ചിരുന്ന ധനസഹായം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തികമായ ചിലവ് ക്രമീകരിക്കുവാൻ ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുന്ന ദിവസമാണ്. സന്താനങ്ങളിൽ ചിലർക്ക് ഉദ്യോഗലബ്ധിക്ക് സാധ്യത കാണുന്നു. പഠനോദ്ദേശത്തിൽ കാത്തിരിക്കുന്ന സന്താനങ്ങൾക്ക് അതിനുള്ള സാധ്യതയും വഴിയും തെളിഞ്ഞു വരുന്നതാണ്. ഉത്സാഹപൂർവ്വം മുൻപോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി വരുന്നതാണ്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ടോക്സിക് ആവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ അസുഖത്തെയും അല്ലെങ്കിൽ നമ്മുടെ ദുരിതത്തെയും ഒക്കെ ചിന്തിച്ച് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയം തീർച്ചയായും ഒഴിവാക്കി വിനോദങ്ങളിലോ കലാപരമായ കാര്യങ്ങളിലോ ഒക്കെ ഏർപ്പെടുന്നത് നന്നായിരിക്കും. കലാകാരന്മാർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൂടുന്ന ഒരു ദിവസമായതുകൊണ്ട് വളരെ അധികം കാര്യക്ഷമമായി ജോലിയിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഇന്ന് അവധിയെടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായും നിവൃത്തി ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില ആരോപണങ്ങൾക്ക് ഔദ്യോഗിക രംഗത്തു നിന്ന് വിമർശനങ്ങളുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ജോലിസ്ഥലത്ത് കൃത്യമായി എത്തുകയും ജോലിയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭാവിയിലുള്ള സന്തോഷത്തിന് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും വളരെ അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ആരോപണങ്ങളും അപവാദങ്ങളുമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാനിടയുണ്ട്. സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ചയെക്കുറിച്ച് ഓർത്ത് സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുവാനോ കാര്യങ്ങൾ തീരുമാനിക്കാനോ ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൂടുതലായിരിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തമുള്ള ജോലി ഏറ്റെടുക്കേണ്ടതായി വരികയും വളരെ സമയം ജോലി ചെയ്യേണ്ടതായി വരികയും ചെയ്യും. മടുപ്പില്ലാതെ ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ഏഴരശനിക്കാലമായതുകൊണ്ട് ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയുമൊക്കെ നടത്തിയാൽ തടസ്സങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ്. യാത്രാ തടസ്സം ഉണ്ടാകുന്നതാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ, ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയറൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. മുതിർന്ന ആളുകളുമായി സഹകരിക്കുമ്പോൾ വളരെ ആത്മസംയമനത്തോടുകൂടി പോവുക. കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതിരിക്കുക. വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ കൂടെ സർവേശ്വരൻ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.